وكان وهب بن منبه رحمه الله تعالى يقول മൂപ്പര് പറയുമായിരുന്നെന്ത് لا يكمل صلاح الرجل عند الله تعالى അള്ളാന്റെ അടുക്കൽ ഒരു മനുഷ്യന്റെ നന്മ പരിപൂർണമാവൂല. ജനങ്ങളുടെ അടുക്ക് ചിലപ്പോ പൂർത്തിയായിട്ടുണ്ടാവും, പക്ഷെ അള്ളാന്റെ അടുക്കൽ പൂർണ്ണമാവുകയില്ല. ഏതുവരെ ഹത്തായക്കൂന അലക്കം ഫി അഫ്വാഹിന്നാസി, ജനങ്ങളുടെ വായകളിൽ എന്താണ് അവന് റബ്ബറാക്കുന്നത് വരെ. ജനങ്ങളെ വായിലെന്താ റബ്ബർ കടിച്ചാൽ ഇങ്ങനെ കടിച്ചോണ്ട് നിൽക്കൂലേ, ആ റബ്ബർ പോലെ അവനാകണം. അപ്പൊ ജനങ്ങളെല്ലാവരും അവനെങ്ങനെ കുറ്റം പറഞ്ഞ് വിഷമി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കണം. അങ്ങനെ വരുന്നത് വരെ ചിലപ്പോ അതെന്തോ അവന്റെ ഈ പരിപൂർണതയായത് കൊണ്ടാ ജനങ്ങൾ അവനെ കുറ്റം പറയുന്നത്. എല്ലാ കുറ്റങ്ങളും പെട്ടതല്ല കേട്ടോ, നല്ല മനുഷ്യനായി ജീവിക്കുമ്പോൾ അതിനെ പറ്റിയുള്ള കുറ്റങ്ങളാണ്. മഹാൻ പറയുന്നു, മൻ ഖാല ഇന്ന ഫിൽ ഖൗമി ജുഫാഅ, സമുദായത്തിൽ പിണക്കമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ആ ജുഫാ ഫലൈസ ദാലിക, അത് ഗീബത്തൻ ഗീബത്തല്ല. ഇന്ന ഫിൽ ഖൗമി ജുഫാഅൻ എന്നാരെങ്കിലും പറഞ്ഞാൽ അത് ഗീബത്താകുമല്ല, ഇല്ല. കൗമിൽ പിണക്കമുള്ളവരുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ, അത് ഈബത്തല്ല. ഇന്നമൽ ഈബത്താവുക യഖൂൽ, അവൻ പറയല ഹും ജുഫാത്തുൻ, അവരെല്ലാവരും എന്താണ് ജുഫാത്താണ് എന്ന് പറഞ്ഞു. ഹും ജുഫാത്ത്, ഹുമ്മ് കൂട്ടി പറഞ്ഞാൽ ജുഫാത്ത് എന്ന് പറയുമ്പോ എന്താകും, അത് ഈബത്താണ്. എന്താ കാരണം? നിശ്ചയമാട്ടും അവൻ അയ്യനമനിതാബു, ആരെയാണ് അവൻ ഈബത്ത് പറയുന്നത് അവൻ വ്യക്തമാക്കി തന്നു. അവൻ എന്ന് പറയുമ്പോ അറിയപ്പെട്ട ആൾക്കാരായി, എല്ലാവരും ഇല്ല. കൗമാം അങ്ങനെയല്ലല്ലോ, വ്യക്തമല്ലാതെ. അങ്ങനെയാണ് ആ ഇമാമിന്റെ അഭിപ്രായം. വഖാല യൂനുസ് ബിൻ ഉബൈദ് റഹിമഹുല്ലാഹു തആല, മൂപ്പര് പറയുന്നു, യഖൂൽ അറൽതു അലാ നഫ്സി മറത്തൻ, ഒരു ദിവസം എന്താണെന്നറിയാമോ, എന്റെ മേലിൽ അസ്സൗമ, നോമ്പ് എന്തായി ഞാൻ വെളിവാക്കി. ഫിയോമിൻ ഹർറിൻ ഷദീദിൻ, അതിശക്തമായ ഉഷ്ണ സമയത്ത് ഞാൻ എന്തായി നോമ്പ് വെളിവാക്കിയ നോമ്പ് പറ്റും. ഔ തറക്ക വിക്രന്നാസ്, ഞാനെന്താണെന്നറിയാമോ, അല്ലെങ്കിൽ എന്താണെന്നറിയാമോ, ഔ തറക്ക ദിക്രന്നാസ്, ഒന്നിരിക്കൽ ജനങ്ങളെ പറയൽ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ ചൂടുള്ള സമയം നോമ്പ് വെക്കുക. ഈ രണ്ടിലൊരു കാര്യമാണ് എന്റെ ശരീരത്തിന് മേലെ വെളിപ്പെടുത്തിയത്. അപ്പൊ അറസിനെ വെളിപ്പെടുത്തിനായി. അങ്ങനെ വെക്കാൻ സോമ അഹുവരാലിക നിന്ദാലിക്ക, ആ ചൂടുള്ള സമയത്ത് നോമ്പ് വെൽക്കലാണ് ശരീരത്തിന് ഏറ്റവും നിസ്സാരമായ, എന്തിനേക്കാള് മറ്റുള്ളവരെ ഈബത്ത് പറയുന്നതിനേക്കാൾ നിസ്സാരമായത് നോമ്പ് വെൽക്കലായി മനസ്സിലാക്കി. അപ്പൊ നോമ്പെടുത്തു. وكان عبد الله بن المبارك رحمه الله تعالى يقول, മൂപ്പര് പറയുന്നത്, ലാ തദ്കുറു അഹ്ലൽ അഹ്വാഇ വൽ ബിദ്അ, യുക്തിവാദികള് അതുപോലെ ബിദ്അത്തിന്റെ കക്ഷിക്കാര്, അവരെ കുറിച്ചൊന്നും നിങ്ങൾ പറയണ്ട. ബിസ്ഉൽ, മോശമായൊന്നും പറയരുതേ. ആരോട്? ഇല്ലാ ലിമൻ യബ്ലുഗു, ഇല്ലാ ലിമൻ യുബല്ലിഗു ലഹും ദാലിക, ഒരുത്തരൊഴികെ. എങ്ങനത്തെ ഒരുത്തൻ? യുബല്ലിഗുലഹും ദാലിക, ഇത്തരം കാര്യങ്ങൾ അവർക്ക് അവൻ എത്തിച്ചു കൊടുക്കും. അങ്ങനെയുള്ളവരോടൊഴികെ. ആ എന്തുകൊണ്ടല്ല അല്ലവും എന്തൂന, അവരെന്താവണം? തടയാൻ വേണ്ടി. അപ്പൊ അവർ തടയുന്നു നിൽക്കുന്നവരായിരിക്കാം, ബിദ്അത്തിലേക്കും അഹ്വാലിലേക്കൊന്നും പോകില്ല. അങ്ങനെ തടഞ്ഞു നിൽക്കുന്നവരാവാൻ വേണ്ടിയിട്ട് ഇവർക്ക് എത്തിച്ചു കൊടുക്കുന്ന എന്തൊക്കെ വിഷയം പറയുന്ന ആൾക്കാരുണ്ട്, അവരോട് പറയാം ബിദ്അത്തുകാർ മോശമാണ്, അഹ്വാൽ മോശക്ക, അല്ലാത്തത് പറയണ്ട എന്ന്. ഇല്ല, അങ്ങനൊന്നും ഇല്ലെങ്കിൽ എല്ലാ വായുധത്തിന് ദിക്രിയും എന്തമല്ല യുബല്ലിഗുഹും, അവരെ തൊട്ട് ആരൊക്കെ എത്തിച്ചു തരുന്നുണ്ടോ ആ എത്തിച്ചു തരുന്ന ആൾക്കാരുടെ അടുത്ത് ഇത്തരം ആൾക്കാരെ കുറിച്ച് പറയുന്നതോ ഒരു നേട്ടം ഉണ്ടാവില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഫലമുണ്ടെങ്കിൽ മാത്രമേ പറയാവൂ. തെബിലി നടത്താത്ത ആൾക്കാർ പറയേണ്ടതില്ല. ഇത് പറഞ്ഞതിന് ശേഷം ഇമാം ഷെഹറാനി ഇമാം തങ്ങൾ പറയും, കൊൽത്തു, ഞാൻ പറയുന്നു, ഖദി യഖ്സുദുൽ ഖായിലു ബിദാലിക, ഇങ്ങനെ പറയുമ്പോൾ, മോശമായി പറയുമ്പോൾ, ഈ പറയൽ കൊണ്ട് ഉദ്ദേശിക്കും പറയുന്ന ആള് തഖ്ബിയ ദിൽക സിഫാത്തി ബി ഉയൂനി ഹാദിരീന, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ആൾക്കാരുടെ കണ്ണുകളിൽ
അത്തരം മോശമായതായിരിക്കുന്ന വിശേഷണങ്ങൾ അവിടെ ഉണ്ടാവും. ആ വിശേഷണം മോശമാക്കുക എന്നാണ് ചിലപ്പോൾ ഈ പറയുന്ന ആളെ കൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. അയാളിത് പറയാൻ കാരണം അത് മോശമായി കാണുക എന്നുള്ളത് നല്ലതായി കാണുന്നതല്ല. ഓതിൽക്ക വായുധത്വം വിലാശക്കിൻ അങ്ങനെ പറയലോ സംശയമില്ലാത്ത ഫലം കിട്ടുന്ന ഒന്നാണ്. അപ്പൊ അവരുടെ പ്രവൃത്തികൾ മോശമാണെന്ന് പറയണം. ഹദീസുണ്ട്, അത് പറഞ്ഞിരുന്നു. പറയും തമ്മാടിയായ ആള് ആരാണോ അവനെ അയ്യബത്ത് ഇല്ല. അവന് അയ്യബത്തില്ല എന്ന് പറഞ്ഞാൽ അയിലാത്ത കുത്താബുൽ ഫസഖത്ത, തമ്മാടികളായ ആളുകളൊന്നും ഈബത്ത് പറയരുത്. അവരെ കുറിച്ച് ഈബത്ത് പറയണ്ട. അവർ എഴുപത്തിയും അവിടെ ഈബത്ത് പറയുന്നതുകൊണ്ട് നിങ്ങൾ തടയണം, തടഞ്ഞു നിൽക്കാന്ന് പറഞ്ഞു. അവരെ കുറിച്ചൊന്നും പറയാൻ നിൽക്കണ്ട എന്നാണ് അഭിപ്രായം. മഹാൻ പറയുന്നു, സലാത്തു ഖിസ്സാലി 3 കാര്യം ഇദാ കുന്ന ഫീ മജ്ലിസിന്റെ സദസ്സിനത് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു 3 കാര്യം എന്താ? ഫൈനർ റഹ്മത്ത, നിശ്ചയമായിട്ടും കരുണ എന്നുള്ളത് മസ്റൂബത്തിന്റെ നൈലിഹി, ആ സദസ്സിലുള്ള ആൾക്കാരെ തൊട്ട് അള്ളാന്റെ കരുണയെ തിരിക്കപ്പെടുന്നുണ്ടാവില്ല എന്നർത്ഥം. എന്താണ് ആ 3 കാര്യങ്ങൾ? ഒന്ന് ദിക്റു ദുന്യാ, ദുന്യാവിനെ കുറിച്ച് തന്നെ പറയാം, അതിന്റെ നേട്ടങ്ങളും കോട്ടവും എടുത്ത് പറയാം. നല്ലോണം ചിരിക്കുക. ജനങ്ങൾ വേണ്ടാത്ത ഈബത്ത് പറയുന്ന കാര്യത്തിലേക്ക് ഇടപെടുക. ഇത്യാദി 3 കാര്യമുണ്ടെങ്കിൽ അവിടെ അള്ളാഹ് റഹ്മത്ത് കിട്ടൂല. വഖദ് ബലഗന, എത്രത്തിൽ നിശ്ചയം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അന്നൽ കാദിബ, പക്ഷെ കളവ് പറയുന്ന ആള് കൽബം പിന്നാരി നരകത്തിൽ എന്താകുന്നത് ആയി രൂപാന്തരപ്പെടും. വൽഹാസിദ്, അസൂയ വെച്ചവൻ പിന്നാരി സഞ്ചീറാൻ, പന്നിയായിട്ടവൻ നരകത്തിൽ രൂപാന്തരപ്പെടും. വൽമുഖത്താമോ പിന്നാരി ഖാസിറതൻ, അവനെന്താ നരകത്തിൽ കുരങ്ങായിട്ട് രൂപാന്തരപ്പെടും ഈവത്ത് പറയുന്നവൻ എന്ന്. ഇങ്ങനെ പല രീതിയിൽ ആൾക്കാരുണ്ട് നരകത്തിൽ ചെല്ലുമ്പോൾ. പകതൻ നമ്മാമോ, ഇതേ പ്രകാരം തന്നെ ഏഷണിക്കാരനും. ഫക്കാന അബു അബ്ദില്ലാഹിൽ അന്താഖി റഹിമഹുല്ലാഹു തആല യഖൂൽ, മാൻ പറയുന്നു, ഇന്നമിൻ ഈബത്തിൽ മുഹറമ, ഹറാമായ ഈബത്തിൽപ്പെട്ടതാണ് എന്തെന്നറിയാമോ? അൻ തസബ്ബത ഐബ അഖീക ബിഖൽബിക, നിന്റെ ഹൃദയ അൻ തുസ്ബിതക, അൻ തുസ്ബിത ഐബ അഖീക ബിഖൽബിക, നിന്റെ ഹൃദയത്തിൽ നിന്റെ സഹോദരൻ ന്യൂനത എന്തുണ്ടോ ആ ന്യൂനത നീ നിന്റെ ഹൃദയത്തിൽ സ്ഥിരപ്പെടുത്തുക. അത് മോശമായ കുറ്റം കിട്ടുന്ന ഈബത്തിൽപ്പെട്ട തന്നെയാണ്. അവൻ നിന്നോട് ശത്രുതയുണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ശത്രുവാകുന്ന പേടിയുള്ളത് കൊണ്ട് അത്തരം കാര്യം ഞാൻ സംസാരിക്കൽ ഉപേക്ഷിക്കുകയും ചെയ്യുക. ഇതാണ് വേണ്ടത്. മഹാൻ പറയുന്നു, ആരെങ്കിലും ഒരാളെ കുറിച്ച് വടദൂഷണം വ്യക്തമാക്കിയാൽ, അങ്ങനെ വ്യക്തമാക്കലിന് ആരെങ്കിലും ധൈര്യം കാണിച്ചാൽ അത് അവരെ വലിച്ചു കൊണ്ടുപോകും. എവിടേക്ക്? ഇലായൻ ആകുന്നത് വരെ. അവൻ പറയുന്നതാവും എന്ന് പറയുന്ന നാസിന്റെ കൂട്ടത്തിൽ കള്ളന്മാരുണ്ട്, നുണ പറയുന്നവരുണ്ട് എന്ന് പറയും. ഇതാണ് നുണയന്മാർക്ക് ആഖിറത്തിലുണ്ടാവാതെ. എന്റെ സഹോദര, നീ വെളിപ്പെടുത്തിക്കാ നിന്റെ മേൽ ആദിൽ ഹുമൂറായി പറഞ്ഞ കാര്യത്തിൽ വെളിപ്പെടുത്ത്. വന്നൂറ് നീ നോക്ക്, അൽ സലിംത ഈ പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കലിനെ തൊട്ട് നീ രക്ഷപോയിട്ടുണ്ടോ എന്ന് നോക്ക്. അള്ളാഹ് നീ ശുക്ർ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നീ ഇടപെട്ട് പോയിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹോട് മാപ്പിരക്കണം. ഇതാണ് വേണ്ടത്. അത് എന്റെ സഹോദര നീ അധികരിപ്പിക്കണേ. എന്ത് ഇത്തരം കാര്യങ്ങൾ തൊട്ട് ഇനി സംഭവിച്ചല്ലോ, അതിൽ നീ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അതിനെ തൊട്ട് രക്ഷപ്പെട്ട് പോയിട്ടുണ്ടോ എന്ന് ആലോചിക്കണം. ഇപ്പത്ത് പറയുന്ന കാര്യത്തിന് അങ്ങനെ ഒഴിവായിട്ടുണ്ടെങ്കിൽ നീ അള്ളാഹ്ക്ക് നന്ദി രേഖപ്പെടുത്തണം. അതോ ഇപ്പത്ത് പറയുന്നത് നീ പെട്ടുപോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നീ അള്ളാഹ് പൊറുക്കന്നെ തേടേണ്ടതുണ്ട്. എന്റെ സഹോദര നീ അധികരിപ്പിച്ചു നല്ലോണം എന്ത് സാലിഹായിക്കൊണ്ട് സൽക്രമം അത് നല്ലോണം നീ എന്താക്കിക്കോ, അധികമാക്കിക്കോ. എന്നിട്ടോ
ആ സൽക്രമങ്ങൾ നീ കൊടുക്കണം. ആർക്ക്? അസ്ഹാബൽ വഖൂഖി യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ ഹക്ക് തേടി വരുന്ന ആളുകളുണ്ടാവും, അവർക്ക് ഇത് കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ മുഴുവൻ നീ ചെയ്തു വെച്ചോ, മനസ്സിലാക്കിക്കോ. നിന്റെ കാര്യം അപകടം. നീ ചോദിച്ചോളാ നഫ്സിക്ക, നിന്റെ നഫ്സിൽ എന്തെന്നാൽ ഫിസ്ക, തമ്മാടിത്തമുണ്ട് എന്ന് നീ വിചാരിക്കണം, വിശ്വസിക്കണം. അതിൽ ഒന്നും കൂടി കേറി പറഞ്ഞാൽ അനേറ്റിഖാദിക ഫീഹ, അത്തരം കാര്യങ്ങൾ നീ നിന്റെ വിശ്വാസമാകുന്നത് അസ്സലാഹു നന്നാവലാണല്ലോ. നീങ്കസുലത്തിമ്മ, നീ ഒന്നിനധികരിപ്പിക്കല്ല, നന്നാക്കുക. ഒന്നെന്താ ദസ്മോ, നീ കേട്ടുകൊണ്ടിരിക്കുന്ന മഹബൂബീന അലില്ലാഹി തആല, അള്ളാഹനെ തൊട്ട് മാബൂബികളെ ഇഷ്ടക്കാരായ ആൾക്കാരുണ്ട്, അവരിൽ നീ കേൾക്കുന്ന ഒന്നധികരിപ്പിക്കണം. ഈ ഹഖീഖ നിന്റെ കടബാധ്യതയിൽ പറയുന്നതായിട്ട് കേൾക്കാമെന്ന്. സ്വാലിഹീൻ, നീ സജ്ജകളിൽപ്പെട്ടവനാണ് എന്ന് നിന്റെ കാര്യത്തിൽ പറയും. അള്ളാഹനെ തൊട്ട് കിട്ടും. അങ്ങനെ കിട്ടുന്ന കാര്യമുണ്ടെങ്കിൽ അത് നീ നല്ലോണം ഓർക്കുക. വഖദ് ഖാലു, തരത്തിൽ അവര് പറയുണ്ടായി, എന്ത്? അജ്ഹറുൽ ജാഹിലീൻ മിൻ ദർസി യഖീനിൻ മാ ഇൻദഹു. അജ്ഹറുൽ ജാഹിലീൻ, ആ വിഡ്ഢികൾക്ക് ഏറ്റവും വലിയ വിഡ്ഢി. അതിനൊരുത്തനാണ് എങ്ങനത്തെ ഒരുത്തൻ? തറക്ക, അവൻ ഉപേക്ഷിച്ചിട്ടുണ്ട്. യഖീനൻ മാ ഇൻദഹു, അവന്റെ അടുക്കൽ ഉറപ്പായി കിട്ടിയത് എന്താണോ ഒന്നിന്റെ ഉറപ്പ് അവൻ ഉപേക്ഷിച്ചു. എന്തുകൊണ്ട്? ധന്യമായ എന്തെന്നാ, ജനങ്ങളടുക്കുള്ളതാണല്ലോ നല്ലതെന്ന് വിചാരിച്ചുകൊണ്ടാണ് ചെയ്ത വഴി മോശമാണ്. ഇപ്പൊ കബീവൻ വടക്കായതാണ്. അല്ല ഷേഖിയ, ഒരു മൂലകരിക്കുന്ന ഷേഖിന്റെ മേൽ വടക്കായ കാര്യമാണ്. മസല ഉദാഹരണം പറയുകയാണെന്ത്? അയ്യജിരിസാവി മജാലിസ് ഗൈബത്തി വന്നമീമ, ഏഷണിയും പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സദസ്സിൽ പങ്കെടുക്കൽ, അത് ഷേഖിന് മോശമായ കാര്യമാണ്. ഔയക്രാദിക്ക, അല്ലെങ്കിൽ അതിന്റെ മേൽ ആരെങ്കിലും ഓതി കൊടുക്കുക, അതും എന്താണ്? നല്ല കാര്യമാണ്. ഓതിക്കൊടുക്കല്ല. അല്ലെങ്കിൽ അതിന്റെ മേൽ എന്താണെന്നറിയാമോ? ആരെങ്കിലും ഒരാൾ സമ്മതിപ്പിക്കുക. ഇങ്ങനെ വന്നാൽ വാസിക്കാവനും തമ്മാടിയാണ്. അപ്പൊ ഈ നമീമത്ത് പറയും സദസ്സിൽ പങ്കെടുക്കാതിരിക്കാനും. പങ്കെടുത്താലോ എന്നിട്ട് ആ വിഷയം പറയുമ്പോൾ അതിന്റെ മേൽ സമ്മതിച്ചു കൊടുക്കാൻ പറ്റൂല. ഇന്നത്തെ കാലത്ത് ജനങ്ങളെല്ലാവരും നിസ്സാരമായി തള്ളുന്ന കാര്യമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. എന്തോടുകൂടെ? കഞ്ചാവ് വിൽക്കുന്നതിനേക്കാൾ മോശമല്ലേ ഇബത്ത് പറയൽ? അതോടുകൂടി പറയട്ടെ, ജനങ്ങൾ നിസ്സാരമായി കാണുന്ന ഒന്നാണ്. അപ്പൊ മാതാലിക്ക് അതോടൊപ്പം പറയാം, എല്ലാവരും എന്താണ് മോശമാവല്ല വടക്കാക്കി കാണാനെടുക്കയാകൂല. കുല്ലൽഖബ്, എല്ലാതും വടക്കായി കാണുകയില്ല. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. പകരന്താലികയാഹി, എന്റെ സഹോദര, ഈ ഭരണകാരൻ നീ അറിയണം, വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ്. അത്തരം മോശങ്ങളൊക്കെ ദൂരീകരിച്ചുകൊണ്ട് നല്ല സിഫത്തൊക്കെ കൊണ്ടുവരാം. മോശമായ സിഫത്തൊക്കെ ഒഴിവാക്കാൻ നല്ല സിഫത്ത് നേടിയെടുക്കുക. ഇതാണ് ചെയ്യേണ്ടത്.